ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അൽവമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി 6:1-4 വരെ വായിക്കുന്നു. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുവിൻ. അല്ലാഞ്ഞാൽ സ്വർഗരാജ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ എൻ്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലതു കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതു കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഭിക്ഷ അല്ലെങ്കിൽ സഹായം ചെയ്യുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രകാശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കാണണമെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് വായിച്ച ഭാഗത്ത് പറയുന്നത് മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ നോക്കുവിനെന്ന്. ഇവിടെ മറ്റുള്ളവരുടെ കാണിച്ചിട്ട് ഭിക്ഷ കൊടുക്കുന്നത് വിലക്കിയിരിക്കുന്നു. അന്ന് പരീശന്മാർ ഭിക്ഷ കൊടുക്കുന്നത് മറ്റുള്ളവർ കാണാനായിട്ടായിരുന്നു. പരീശനും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പരീശൻ പ്രാർത്ഥിച്ചു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു, താൻ ചെയ്യുന്നതൊക്കെയും വിളിച്ചു പറയുന്നു. ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ കൊണ്ട് മാറത്തടിച്ചുകൊണ്ട് പാപിയായി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് കടന്നു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യമാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. രഹസ്യത്തിൽ കാണുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതാണ് ദൈവഹിതം. ദൈവം ഓരോരുത്തരുടെയും മനസ്സിൽ അറിയുന്നുണ്ട്. അന്ന് കപടഭക്തിക്കാർ ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അറിയേണ്ടതിന് എല്ലാവരും കൊട്ടിഘോഷിക്കുമായിരുന്നു. അവർക്ക് മനുഷ്യരുടെ മാനം ലഭിച്ചേക്കാം, എന്നാൽ പിതാവിൻ്റെ പക്കൽ ഒന്നും ലഭിക്കുകയില്ല. ഓരോ വിശ്വാസിയും സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ രഹസ്യത്തിൽ ചെയ്യണം. വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയരുത്. സാധുക്കളെ സഹായിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ചുമതലയാണ്. കാരണം സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അവ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്നു. എഫെസ്യർ 2:10. തീത്തോസിൻ്റെ ലേഖനത്തിൽ സൽപ്രവൃത്തികൾ എങ്ങനെ ചെയ്യണമെന്ന് വിശദമായി പറയുന്നു. സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക, സൽപ്രവൃത്തികളിൽ മുമ്പരായിരിക്കുക, സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കുക, ഉത്സാഹികളായിരിക്കാനും പ്രബോധിപ്പിക്കുന്നു. പ്രവൃത്തികളല്ല, മനഃസ്ഥിതിയാണ് കർത്താവ് വിമർശിച്ചത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.